ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് തെങ്ങും പൂക്കുല ലേഹ്യമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നല്ലൊരു ഇളയ പൂക്കുല നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ആദ്യം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. നല്ല ഇളയ പൂക്കുല ആകുമ്പോഴാണ് നമുക്ക് നല്ല ടേസ്റ്റിൽ നാരുകളൊന്നും ഇല്ലാതെ സോഫ്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ പൂക്കുലയുടെ എല്ലാ സോഫ്റ്റായിട്ടുള്ള ഭാഗങ്ങളും നമുക്ക് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഒരുപാട് ആയുർവേദ ഗുണങ്ങളുള്ള ഒരു ലേഹ്യമാണ് നമ്മുടെ തെങ്ങിൻ പൂക്കുല ലേഹ്യം എന്ന് പറയുന്നത്. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്ന പോലെ നമ്മുടെ എല്ലാവരുടെ വീട്ടുമുറ്റത്തുണ്ടായിട്ട് പോലും നമ്മൾ ആരും ഉണ്ടാക്കാത്ത ഒരു കാര്യമാണിത്, അല്ലേ? ഇനി ഇതിനൊന്ന് നമുക്ക് നന്നായിട്ട് അരിഞ്ഞെടുക്കാം. ഇതിൻ്റെ പൂവൊക്കെ നന്നായിട്ട് വേർപ്പെടുത്തി നമുക്ക് എടുക്കാം. അതുപോലെ സോഫ്റ്റായിട്ടുള്ള എല്ലാ ഭാഗങ്ങളും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നടുവേദനയ്ക്കൊക്കെ ബെസ്റ്റാണ്. അതുപോലെ ഗർഭകാലശേഷം മുലപ്പാൽ വർദ്ധിക്കാൻ, രക്തശുദ്ധിക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളൊരു ലേഹ്യം തന്നെയാണ് ഇത്. അപ്പോൾ ഇതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള പൂക്കുല ഒരു കുക്കറിലിട്ടിട്ട് ഒരു 3-4 വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. വേവിച്ചെടുക്കുമ്പോൾ വെള്ളം ഉപയോഗിക്കാം, അതുപോലെ തേങ്ങാപ്പാൽ ഉപയോഗിക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് 2ാം തേങ്ങാപ്പാലാണ്. അപ്പോൾ ഒരു 4 തേങ്ങയുടെ തേങ്ങാപ്പാൽ നമ്മൾ ആദ്യം റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ 2ാം പാലിൽ നിന്ന് സ്വല്പം എടുത്തിട്ട് നമുക്ക് ഈ പൂക്കുലൊന്ന് വേവിച്ചെടുക്കാം. ഒരു 3-4 വിസിൽ വരെ നമുക്ക് വേവിച്ചെടുക്കാം. ശേഷം നമുക്ക് അടുപ്പിൽ ഒരു ഉരുളി ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അടുപ്പൊക്കെ നന്നായിട്ട് തീയൊക്കെ കത്തിച്ച് ഒരുക്കണം. പിന്നീട് അതിലേക്ക് സ്വല്പം നെയ്യാണ്, ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക. ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച പൂക്കുല നന്നായി മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് ആ നെയ്യിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച തേങ്ങാപ്പാലിൽ 2ാം തേങ്ങാപ്പാൽ ബാക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ. ഇനി നമുക്ക് നേരത്തെ ഉരുക്കി വെച്ച ശർക്കര പാനിയൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കുക ചേർത്തിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചുക്കുപൊടി, ജീരകപ്പൊടി, ഏലക്കാപ്പൊടി, കുരുമുളക് പൊടി, സ്വല്പം ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. വേറെയും പല ആയുർവേദ കൂട്ടുകളും നിങ്ങൾക്ക് ഇതിൽ ചേർക്കാവുന്നതാണ്. ഞാൻ ഇത്രയും ഇപ്പോൾ തൽക്കാലം ഇതിൽ ചേർക്കുന്നുള്ളൂ. അയമോദകം, അതുപോലെ ആയുർവേദ കടകളിൽ ഇതിൻ്റെ ഒരു കൂട്ട് നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടും. അപ്പോൾ അത് വേണമെങ്കിൽ അത് ചേർക്കാം. അതൊക്കെ നിങ്ങളുടെ താല്പര്യാർത്ഥം നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ നെയ്യ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാനിതിലിട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ചായിട്ട്. അടുത്തതായിട്ട് നമ്മൾ മാറ്റി വെച്ച 1ാം പാലിൽ നിന്ന് ഒരു 1/2 ഗ്ലാസ് പാലെടുത്ത് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി കലക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് ഇളക്കൽ നിർത്താതെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. തിളച്ച് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നന്നായിട്ട് ഇങ്ങനെ പൊട്ടിത്തെറിക്കും. അതിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ പുറത്തേക്ക് പോകുന്നതാണ്. അപ്പോൾ ഈ പൊട്ടിത്തെറിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ചൊന്ന് അകലം പാലിച്ച് ഇളക്കിക്കൊണ്ടിരിക്കുക. ഒന്ന് കുറുകി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ ബാക്കി വെച്ച 1ാം പാലും കൂടെ ചേർത്ത്, തമ്പാലും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി വെക്കുക.
ഇതിലെ ജലാംശമൊക്കെ പോയിട്ട് ഇതിലെ എണ്ണ ഇങ്ങനെ നെയ്യ് ഇങ്ങനെ തെളിഞ്ഞ് വരുന്നുണ്ട്, നമുക്ക് കാണാൻ പറ്റും വീഡിയോയിൽ. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കുമ്പോൾ നമുക്കിപ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും ഇളക്കാൻ, കാരണം ഇത് ടൈറ്റായിട്ട് വന്നിരിക്കുകയാണല്ലോ. ഒന്ന് ചെറുതായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും നമുക്ക്, എന്നാലും നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഏകദേശം നമ്മുടെ ലേഹ്യം ഇങ്ങനെ ഇതിൽ പാകം ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നെയ്യൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വരുന്നുണ്ടല്ലേ, നമുക്ക് നന്നായിട്ട് ഇതിൽ വീഡിയോയിൽ കാണാൻ പറ്റും. നെയ്യും ഇതെല്ലാം വേറെ വേറെ ആയിട്ട് വന്നിട്ടുണ്ട്. ഏകദേശം ഇതിൻ്റെ പാകം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ അടുപ്പിൽ നിന്ന് ഇറക്കി വയ്ക്കാം. ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഓരോ പാത്രങ്ങളിലായിട്ട് സൂക്ഷിച്ചു വയ്ക്കാം. തണുത്തതിന് ശേഷം ഞാനിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല ഹലുവ പോലെ നല്ല തിക്കായിട്ടുണ്ട്. വളരെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഒരു ലേഹ്യമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.